ഹായ് ഓൾ, PSC ബുള്ളറ്റിനിലെ 75 ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായണൻ ബോസ്. ഫക്കീർ അഫ്ഗാൻ എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ഫക്കീർ അഫ്ഗാൻ എന്നറിയപ്പെട്ടത്. ഫാദർ ഓഫ് ഇന്ത്യൻ റിക്കവറി എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിക്കവറി എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസ്. ഫക്കീർ അഫ്ഗാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഫാദർ ഓഫ് ഇന്ത്യൻ റിക്കവറി എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ബ്രിട്ടനിലേക്കുള്ള ഇന്ത്യയുടെ അനൗദ്യോഗിക പ്രതിനിധി എന്നറിയപ്പെട്ടത് ദാദാബായ് നവറോജിയാണ്. ബ്രിട്ടനിലേക്കുള്ള അനൗദ്യോഗിക പ്രതിനിധി എന്നറിയപ്പെട്ടത് ദാദാബായ് നവറോജി. ബാദുഷാ ഖാൻ എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ബാദുഷാ ഖാൻ എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായകൻ എന്നറിയപ്പെട്ടത് ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായകൻ എന്നറിയപ്പെട്ടത് ജയപ്രകാശ് നാരായണൻ. ക്വായിദ് ഇ അസം എന്നറിയപ്പെട്ടത് മുഹമ്മദ് അലി ജിന്ന. ക്വായിദ് ഇ അസം എന്നറിയപ്പെട്ടത് മുഹമ്മദ് അലി ജിന്ന. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെ. ബ്രിട്ടനിലേക്കുള്ള ഇന്ത്യൻ അനൗദ്യോഗിക പ്രതിനിധി എന്നറിയപ്പെട്ടത് ദാദാബായ് നവറോജി. ബാദുഷാ ഖാൻ എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായകൻ എന്നറിയപ്പെട്ടത് ജയപ്രകാശ് നാരായണൻ. ക്വായിദ് ഇ അസം എന്നറിയപ്പെട്ടത് മുഹമ്മദ് അലി ജിന്ന. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെട്ടത് ജ്യോതിറാവു ഫുലെ. മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെട്ടത് ജ്യോതിറാവു ഫുലെ. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെട്ടത് റോബർട്ട് ക്ലൈവ്. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെട്ടത് റോബർട്ട് ക്ലൈവ്. ഷഹി അസം എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ്. ഷഹി അസം എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. ഹിന്ദു കോഡ് ബില്ലിന് രൂപം നൽകിയതിനാൽ ആധുനിക മനു എന്നറിയപ്പെട്ടത് ഡോക്ടർ BR അംബേദ്കർ. ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെട്ടത് ദയാനന്ദ സരസ്വതി. ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെട്ടത് സ്വാമി ദയാനന്ദ സരസ്വതി. ഗാന്ധിജിയുടെ മനസ്സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടത് C രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ മനസ്സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടത് C രാജഗോപാലാചാരി. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേൽ. പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് EV രാമസ്വാമി നായ്ക്കർ. പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് EV രാമസ്വാമി നായ്ക്കർ. ആധുനിക മനു ഡോക്ടർ BR അംബേദ്കർ. ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെട്ടത് സ്വാമി ദയാനന്ദ സരസ്വതി. ഗാന്ധിജിയുടെ മനസ്സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടത് C രാജഗോപാലാചാരി. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. പെരിയോർ EV രാമസ്വാമി നായ്ക്കർ. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് മദൻ മോഹൻ മാളവ്യ. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. ബോംബെയിലെ സിംഹം എന്നറിയപ്പെട്ടത് ഫിറോസ് ഷാ മേത്ത. ബോംബെയിലെ സിംഹം ഫിറോസ് ഷാ മേത്ത. ലോക്നായക് എന്നറിയപ്പെട്ടത് ജയപ്രകാശ് നാരായണൻ. ലോക്നായക് എന്നറിയപ്പെട്ടത് ജയപ്രകാശ് നാരായണൻ. ബോംബെയിലെ സിംഹം ഫിറോസ് ഷാ മേത്ത. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ രാജാറാം മോഹൻ റോയ്. റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെട്ടത് മിർ ജാഫർ. റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെട്ടത് മിർ ജാഫർ. സേലത്തെ മാമ്പഴം എന്നറിയപ്പെട്ടത് C രാജഗോപാലാചാരി. സേലത്തെ മാമ്പഴം C രാജഗോപാലാചാരി.
ഇന്ത്യയിലെ ആദ്യത്തെ ധനതത്വശാസ്ത്ര ചിന്തകൻ എന്നറിയപ്പെട്ടത് ദാദാബായ് നവറോജി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ധനതത്വശാസ്ത്ര ചിന്തകൻ എന്നറിയപ്പെട്ടത് ദാദാബായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ദാദാബായ് നവറോജി. സേലത്തെ മാമ്പഴം സി രാജഗോപാലാചാരി. ഇന്ത്യയിലെ ആദ്യത്തെ ധനതത്വശാസ്ത്ര ചിന്തകനും ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ദാദാബായ് നവറോജി. ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെട്ടത് സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ പിതാമഹൻ സ്വാമി ദയാനന്ദ സരസ്വതി. ദേശബന്ധു എന്നറിയപ്പെട്ടത് CR ദാസ്. ദേശബന്ധു എന്നറിയപ്പെട്ടത് CR ദാസ്. ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെട്ടത് ദാദാബായ് നവറോജി. ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റൺ എന്ന പേരിൽ അറിയപ്പെട്ടത് ദാദാബായ് നവറോജി. ദേശബന്ധു എന്നറിയപ്പെട്ടത് CR ദാസ്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെട്ടത് സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ബാബർ എന്നറിയപ്പെട്ടത് റോബർട്ട് ക്ലൈവ്. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചതാര്? വാലന്റൈൻ ഷിറോൾ. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോൾ ആണ്. ഇന്ത്യൻ മത സാമൂഹിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ മത സാമൂഹിക നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ഫാൻറ്റം എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് സൈനികൻ വില്യം സ്ലീമാൻ. ഇന്ത്യൻ ഫാൻറ്റം എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് സൈനികനാണ് വില്യം സ്ലീമാൻ. ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. ദോയക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ദോയക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് DJ ടെണ്ടുൽക്കർ. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാത്ത ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളങ്ങളിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ എഴുത്തുകാരൻ DG ടെണ്ടുൽക്കർ. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. ദില്ലി ചലോ എന്ന വാക്യം സുഭാഷ് ചന്ദ്രബോസ്. ദില്ലി ചലോ, എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷ്. വേദങ്ങൾ വിഗ്രഹാരാധനയെ അംഗീകരിച്ചിട്ടില്ല എന്ന് ആദ്യമായി പറഞ്ഞതാര്? രാജാറാം മോഹൻ റോയ്. വേദങ്ങൾ വിഗ്രഹാരാധനയെ അംഗീകരിച്ചിട്ടില്ല എന്ന് ആദ്യമായി പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ. കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ. സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതവും മതവും നിഷ്ഫലമാണ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ. സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതവും മതവും നിഷ്ഫലമാണ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകൻ. മനുഷ്യരെല്ലാം ഒരുപോലെയാണ്, ജന്മം കൊണ്ട് ആരും വിശുദ്ധരല്ല എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി. മനുഷ്യരെല്ലാം ഒരുപോലെയാണ്, ജന്മം കൊണ്ട് ആരും വിശുദ്ധരല്ല എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ. സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതവും മതവും നിഷ്ഫലമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും
ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. അറിവ് ശക്തിയാണ്, അത് മരണവും എന്ന് പറഞ്ഞതാര്? സ്വാമി വിവേകാനന്ദൻ. അറിവ് ശക്തിയാണ്, അത് മരണവും എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. പാടുപെട്ടു നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് സർദാർ വല്ലഭായി പട്ടേൽ. പാടുപെട്ടു നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നഷ്ടപ്പെടാൻ പാടില്ല, ഇപ്രകാരം പറഞ്ഞത് സർദാർ വല്ലഭായി പട്ടേലാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സ്വാമി വിവേകാനന്ദൻ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് ആദ്യമായി മുദ്രാവാക്യം ഉപയോഗിച്ചത് ഭഗത് സിംഗ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ഭഗത് സിംഗ്. രാഷ്ട്രഗുരു എന്ന് ആരെയാണ് വിളിക്കുന്നത്? സുരേന്ദ്രനാഥ് ബാനർജി. രാഷ്ട്രഗുരു എന്ന് വിളിക്കുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയെയാണ്. ഇന്ത്യയിൽ ആധുനിക യുഗത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയിൽ ആധുനിക യുഗത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. ഇങ്ങനെ ആദ്യമായി അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ ആധുനിക യുഗത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ. ബോംബെയിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവ് ഫിറോസ് ഷാ മേത്ത. ബോംബെയിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവാണ് ഫിറോസ് ഷാ മേത്ത. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയെ. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയെ. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതിപുരുഷൻ എന്ന് ജിന്നയെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ്. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതിപുരുഷൻ എന്ന ജിന്നയെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഡോക്ടർ BR അംബേദ്കർ. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കറെയാണ്. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന പേരിൽ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കറെ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ട മഹാനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ട മഹാനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള പ്രയാണത്തോട് താരതമ്യപ്പെടുത്തിയത് ആരാണ്? മോത്തിലാൽ നെഹ്റു. മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള പ്രയാണത്തോട് താരതമ്യപ്പെടുത്തിയത് മോത്തിലാൽ നെഹ്റു. ആരുടെ പരാജയമാണ് ആ വ്യക്തിയുടെ പരാജയത്തേക്കാൾ തൻ്റേതാണ് എന്ന് ഗാന്ധിജി 1933 പ്രസ്താവിച്ചത്? ആരുടെ പരാജയമാണ് ഗാന്ധിജി ആ വ്യക്തിയുടെ പരാജയത്തേക്കാൾ തൻ്റേതാണെന്ന് പ്രഖ്യാപിച്ചത്? പട്ടാഭി സീതാരാമൻ. ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മേൽ വീണ ബോംബാണെന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. പശ്ചിമേന്ത്യയിലെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് MG റാനഡെ. പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് MG റാനഡെ.
ബംഗാൾ ആർമിയുടെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നാട്ടുരാജ്യമാണ് അവധ്. ബംഗാൾ ആർമിയുടെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നാട്ടുരാജ്യം അവധാണ്. ബ്രിട്ടന്റെ കഷ്ടകാലം ഇന്ത്യയുടെ അവസരം എന്ന പ്രസ്താവന ഏതു നേതാവിൻ്റെതാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓർത്തുവെക്കണം, ബ്രിട്ടന്റെ കഷ്ടകാലം ഇന്ത്യയുടെ അവസരം എന്ന പ്രസ്താവന സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. ചരിത്രത്തിനും ബുദ്ധനും ക്രിസ്തുവിനും തുല്യമായ സ്ഥാനം മഹാത്മാഗാന്ധിക്ക് ലഭിക്കും എന്ന് അദ്ദേഹത്തോട് നിര്യാണവേളയിൽ പറഞ്ഞതാര്? മൗണ്ട് ബാറ്റൻ പ്രഭു. ചരിത്രത്തിൽ ബുദ്ധനും ക്രിസ്തുവിനും തുല്യമായ സ്ഥാനം മഹാത്മാഗാന്ധിക്ക് ലഭിക്കുമെന്ന് നിര്യാണവേളയിൽ അദ്ദേഹത്തോട് പറഞ്ഞത് മൗണ്ട് ബാറ്റൻ പ്രഭു. ഞാനൊരു കുറ്റവാളിയല്ല, രാജ്യസ്നേഹിയാണെന്ന് പ്രഖ്യാപിച്ചത് ഭഗത് സിംഗ്. ഞാനൊരു കുറ്റവാളിയല്ല, രാജ്യസ്നേഹിയാണെന്ന് പ്രഖ്യാപിച്ചത് ഭഗത് സിംഗ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്നത് ആയുധം കൂടാതെയുള്ള ഒരു ആഭ്യന്തര കലാപമാണെന്ന് പറഞ്ഞതാര്? സയ്യിദ് അഹമ്മദ് ഖാൻ. യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്നത് ആയുധം കൂടാതെയുള്ള ഒരു ആഭ്യന്തര കലാപമാണ് എന്ന് പറഞ്ഞത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമില്ല. ആരാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെക്കുറിച്ച് ഈ പരാമർശം നടത്തിയത്? സുഭാഷ് ചന്ദ്രബോസ്. പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. പ്രേമിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സ്വാമി വിവേകാനന്ദൻ. പ്രേമിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ. മതങ്ങളെ താരതമ്യം ചെയ്തു പഠിച്ച ആദ്യത്തെ അന്വേഷകനെന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആര്? മോനിയർ വില്യംസ്. മതങ്ങളെ താരതമ്യം ചെയ്തു പഠിച്ച ആദ്യത്തെ അന്വേഷകനെന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് ആണ്. ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2004, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2006, 2018. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻ എ 2008 28 നമ്പർ ആക്ട്, ഓപ്ഷൻ ബി 2008 26 നമ്പർ ആക്ട്, ഓപ്ഷൻ സി 2006 28 നമ്പർ ആക്ട്, ഓപ്ഷൻ ഡി 2008 25 നമ്പർ ആക്ട്. സ്വയം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻസർ ഓപ്ഷൻ എ 2008 28 നമ്പർ ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുക. 1. സ്നേഹപൂർവം, 2. സ്നേഹസ്പർശ്യം, 3. സ്നേഹസ്വാന്തനം. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം, ബി 2ഉം 3ഉം മാത്രം, സി 1ഉം 3ഉം മാത്രം, ഡി 1, 2, 3 ഇവയെല്ലാം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികളാണ് 1ഉം 3ഉം മാത്രമാണ്. സ്നേഹസ്പർശം, സ്നേഹസ്വാന്തനം എന്നിവ. കേരള സർക്കാരിൻ്റെ താഴെ പറയുന്ന സാമൂഹ്യക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നു. ഏതാണ് ഈ പദ്ധതി? ഓപ്ഷൻ എ ആശ്വാസകിരണം, ബി മംഗല്യ, സി സ്നേഹസ്പർശ്യം, ഡി വയോമിത്രം എന്നിവയാണ്. ഓപ്ഷൻ സി സ്നേഹസ്പർശ്യമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച കൈറ്റ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനൽ വിക്ടേഴ്സ് ഏത് കൃത്രിമ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ഡി എഡ്യൂസാറ്റ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് കൈറ്റ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനൽ വിക്ടേഴ്സ് എഡ്യൂസാറ്റ് എന്ന കൃത്രിമ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. എംപിമാർ അവരുടെ മണ്ഡലത്തിൽ നിന്ന് ഓരോ ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കുകയും അവിടെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കി അതിലൂടെ ഒരു പ്രദേശത്തിന്റെ വികസനം ഉറപ്പുവരുത്തുന്നു. ഏതു പദ്ധതി? സൻസദ് ആദർശ് ഗ്രാമ യോജന.
എംപിമാർ അവരുടെ മണ്ഡലത്തിൽ നിന്നും ഓരോ ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കുകയും അവിടെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കി അതിലൂടെ ഒരു പ്രദേശത്തിന്റെ വികസനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഈ പദ്ധതിയാണ് സൻസദ് ആദർശ് ഗ്രാമയോജന എന്ന പേരിൽ അറിയപ്പെടുന്നത്.